50-55% മാർക്കുള്ളൂ, അതല്ലെങ്കിൽ അതിനും കുറവാണ് മാർക്ക്, എബ്രോഡ് പോയിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെ ചോദിക്കാറുണ്ട്. ശരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ കൺട്രിയിൽ നിങ്ങൾ മാർക്കൊന്നുമല്ല നോക്കണത്. നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ നിങ്ങളെ ഇൻറ്റൻഷൻ എന്താണ്, പർപ്പസ് എന്താണ്, സ്റ്റഡി പ്ലാൻ എന്താണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലാൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല പെർഫോമൻസ് ഇൻ്റർവ്യൂലൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടും. അങ്ങനെ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് നമ്മളെ പിള്ളേർക്ക്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 50% മാർക്കുള്ളൂ, 52% മാർക്കുള്ളൂ. പക്ഷേ ആൾക്ക് ഇംഗ്ലീഷ് അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും അത്യാവശ്യം ജനറൽ നോളജ് ഒക്കെ അറിയുന്നുണ്ട് ആൾക്ക് സെലക്ഷൻ കിട്ടി. വളരെ സിമ്പിളായിട്ട് കിട്ടി. ഇതിനെപ്പറ്റി ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. 4 പേരാണ് ഇൻ്റർവ്യൂ നടത്തിയത്. അത്യാവശ്യം അത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് മാത്രം സെലക്ഷൻ കിട്ടി. ഏജും ഉണ്ട്. അപ്പോൾ സ്കോർ ഒരു വിഷയമല്ല. അപ്പോൾ ഫ്രീ എഡ്യൂക്കേഷനിലെങ്കിൽ ഏറ്റവും കുറവ് ഫീസിലൊക്കെ പഠിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പ്, അതിനെപ്പറ്റിയൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം, ഫോളോ ചെയ്ത് കൂടെ കുടിക്കോ. ഏറ്റവും കുറവിൽ 720 യൂറോക്ക് പഠിക്കാൻ പറ്റുന്ന കൺട്രി ഉണ്ട് ഈ സെമസ്റ്ററിൽ, ഓസ്ട്രിയ എന്ന് പറഞ്ഞ കൺട്രി. ഓസ്ട്രേലിയ പക്ഷേ ക്രൈറ്റീരിയ കൂടുതലാണ്. ഇപ്പോൾ കുറച്ച് കോമ്പറ്റേറ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും മാർക്കറ്റ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി. അപ്പോൾ വേൾഡ് വൈഡ് എല്ലാവരും അപ്ലൈ ചെയ്യും. അപ്പോൾ കോമ്പറ്റേറ്റീവ് ആണ്. 65% മിനിമം എലിജിബിലിറ്റി ആണ്. ഞാൻ പറയുന്നത് വെച്ചാൽ 80-85% മാർക്കുകൾ വരെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയ ട്രൈ ചെയ്യാം. IELTS എടുത്താൽ IELTS 6.0 ബാൻഡ് ഉണ്ടായാൽ മതി. അതേ ക്രൈറ്റീരിയ ഉള്ളവർ തന്നെ ജർമ്മനിയിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണ് ഒരു വിഷയം. ബ്ലോക്ക്ഡ് അക്കൗണ്ട് പറ്റാത്തവർക്ക് ഓസ്ട്രേലിയ അപ്ലൈ ചെയ്യാം. ഏകദേശം സിമിലർ ക്രൈറ്റീരിയയാണ്. ബ്ലോക്ക്ഡ് അക്കൗണ്ട് വേണ്ട, ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുന്ന കൺട്രിയും കൂടിയാണ്. സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റും. യൂറോപ്പ് സ്റ്റഡീസിനെ കുറിച്ചൊക്കെ കൂടുതൽ ഇൻഫർമേഷൻ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.